നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. കോൺഗ്രസ് തന്നെ പുറത്താക്കട്ടെ എന്ന് വിചാരിച്ച് നിരന്തരം ചൊറിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്താക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. എത്ര ചൊറിഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ പുറത്താക്കില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തനിക്കിനി പാർട്ടിയിൽ നിന്നിട്ട് വലിയ കാര്യമില്ല. 2026 ഏപ്രിലിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും തനിക്ക് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ലെന്ന് ശശി തരൂരിന് നന്നായി അറിയാം. അപ്പോൾ ചെയ്യുമെങ്കിൽ എന്തെങ്കിലും അതിനു മുമ്പ് ചെയ്യണം. എന്നാൽ അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കുമെന്ന് വിചാരിച്ചാണ് നെഹ്റു കുടുംബത്തിനെതിരെ വരെ അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമല്ല, സാക്ഷാൽ LK അദ്വാനിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ട്വീറ്റും ലേഖനങ്ങളുമൊക്കെ എഴുതുകയും ചെയ്തു. എന്നിട്ടും കോൺഗ്രസ് നേതൃത്വം തിരിഞ്ഞു നോക്കുന്നില്ല. എന്നെ ഒന്ന് പുറത്താക്കി തരൂ എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ടും അവർ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. ജൂനിയർ മണ്ഡ്രാക്കിലെ ജഗതി പോലീസ് സ്റ്റേഷനുള്ളിൽ ലോക്കപ്പിനുള്ളിൽ കിടക്കാൻ ആഗ്രഹിച്ച് റോഡിൽ പായ വിരിച്ച് കിടക്കുകയും പോലീസുകാരനെ തല്ലുകയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാത്തൊരവസ്ഥയുണ്ടല്ലോ. ഏതാണ്ട് അതിന് സമാനമാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ അവസ്ഥ. എന്ത് ചെയ്തിട്ടും കോൺഗ്രസ് പുറത്താക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? പുതിയൊരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോരുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനുള്ള ആലോചനയൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നു. കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൻ്റെ PR ഏജൻസിയെ കൊണ്ട് അതിനുള്ള സർവേയൊക്കെ നടത്തിച്ച് അതിനുള്ള കളമൊക്കെ ഒരുക്കിയെങ്കിലും അത് അന്ന് നടന്നില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന ജനുവരി മാസത്തോടെ പുതിയ പാർട്ടിയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണത്രേ ശശി തരൂർ. ആ പുതിയ പാർട്ടി കേവലം കേരളാടിസ്ഥാനത്തിലുള്ളതായിരിക്കില്ല, മറിച്ച് ദേശീയ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. കാരണം ദേശീയ തലത്തിൽ തനിക്കുള്ള പ്രതിച്ഛായയെക്കുറിച്ച് ശശി തരൂരിന് നല്ല ബോധ്യമുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി അറിയാവുന്ന ദക്ഷിണേന്ത്യക്കാരൻ, ആഗോള പൗരൻ, ലോകത്തിലെ തന്നെ എല്ലാ രാഷ്ട്ര നേതാക്കളുമാരും വ്യക്തിപരമായി അടുപ്പമുള്ളയാൾ. നരേന്ദ്രമോദിക്കും ഇഷ്ടമാണ്, മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കും, സ്റ്റാലിനായാലും മമതയായാലും മറ്റ് നേതാക്കൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് രണ്ട് വിഭാഗത്തിൻ്റെയും ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനെ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിക്കും ശശി തരൂരിന് വലിയ കാര്യമാണ്, BJPക്കും കാര്യമാണ്. അങ്ങനെ അവർക്കെല്ലാം പറ്റിയ ഒരു മുഖമെന്നുള്ള നിലയിൽ ഒരു ദേശീയ പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് ഇപ്പോൾ ശശി തരൂർ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയുന്നത്. ദേശീയ പാർട്ടി രൂപീകരിച്ചാലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കുമല്ലോ. അപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ശശി തരൂർ ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്നെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കഥ കഴിഞ്ഞു. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. കോൺഗ്രസിന് സംശയമില്ല, തരൂരിന് സംശയമില്ല, പിണറായി വിജയനും സംശയമില്ല. അതുകൊണ്ട് തരൂരിൻ്റെ പാർട്ടി ജനുവരി മധ്യത്തോടെ ഉണ്ടാകുമെന്നാണ് ചില നേതാക്കൾ രഹസ്യമായി പറയുന്നത്. അതിനുള്ള ആലോചനകളും അതിനുള്ള നീക്കങ്ങളും അദ്ദേഹം തകൃതിയായി നടത്തുന്നുണ്ട്. കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പലരുമായി അദ്ദേഹം സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹിയിലും ഇതിനെക്കുറിച്ച് തിരക്കിട്ട ചില കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ശശി തരൂരിൻ്റെ പാർട്ടി ഏതായാലും ഉടൻ ഉണ്ടാകും. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം പുറത്താക്കിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടും മല്ലികാർജ്ജുന ഖാർഗെ കേട്ട ഭാവം വച്ചില്ല, രാഹുൽ ഗാന്ധിയും കേട്ട ഭാവം വച്ചില്ല. എന്നെ പുറത്താക്കി തരൂ എന്ന് പറഞ്ഞ് ഇനി അവരുടെ കാറിന് മുന്നിൽ ചാടിയാൽ പോലും അവർ കാറ് വെട്ടിച്ച് പോവുകയല്ലാതെ ശശി തരൂരിനെ പുറത്താക്കുകയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തരൂര് ഇനി ഒരു പുതിയ പാർട്ടിയുമായി വന്നാൽ മാത്രമേ കോൺഗ്രസ് വിടാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസ് നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ജനുവരി മധ്യത്തോടെ ഒരുപക്ഷെ പുതിയ പാർട്ടി ശശി തരൂർ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുള്ള എല്ലാ സന്നാഹങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് പല ഭാഗത്തു നിന്നുമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശശി തരൂരിന് ഇക്കാര്യത്തിൽ പിന്തുണയുണ്ട്. സാമ്പത്തികമായിട്ടും ബൗദ്ധികമായിട്ടും എല്ലാ രീതിയിലും ശശി തരൂരിന് വലിയ പിന്തുണ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കിട്ടുന്ന കാര്യത്തിൽ ആർക്കും സംശയമല്ലല്ലോ. എന്ത് പിന്തുണ കിട്ടിയാലും ശശി തരൂരിനെ ഇനി കോൺഗ്രസ് അധികം നാൾ വച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കി ഒരു രക്തസാക്ഷി വീരപരിവേഷം നൽകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പോകട്ടെ, പതിയെ അയാൾ ഇല്ലാതായി പോയിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് കോൺഗ്രസ് നേതൃത്വം മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ജനുവരി മധ്യത്തിൽ അദ്ദേഹം രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ അത് LDFനും പിണറായി വിജയനും വലിയ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെ തരൂരിൻ്റെ പുതിയ പാർട്ടി വന്നാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പണി ഏറെക്കുറെ അവസാനിക്കും, അല്ലെങ്കിൽ UDFൻ്റെ പണിയും ഏറെക്കുറെ അവസാനിക്കും. അതുകൊണ്ട് എപ്പോഴാണ് തരൂരിൻ്റെ പാർട്ടി വരുന്നത്, എപ്പോഴാണ് ആ പാർട്ടിയുടെ ഡിക്ലറേഷൻ എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും.